ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. വ്യവസായ പ്രമുഖരുമായി സംവദിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നീതിന്യായ വ്യവസ്ഥയിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. യാത്ര കേരളത്തിൽ ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. മാൽദ്വീപ് സർക്കാർ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശത്തെ തുടർന്ന്. ISROയുടെ അഭിമാന ദൌത്യമായ ഗഗൻയാന്റെ വിക്ഷേപണം അടുത്ത വർഷം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ നാളെയും ഇതിനോടനുബന്ധിച്ച് ആഗോള സമ്മേളനം മറ്റന്നാളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രമുഖ ആഗോള കമ്പനികളുടെ സിഇഒമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഗ്ലോബൽ ഫിൻടെക് ലീഡർഷിപ്പ് ഫോറത്തിൽ വ്യവസായ പ്രമുഖരുമായി സംവദിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂർ എന്നീ പഞ്ചായത്തുകളിൽ ഇന്ന് പര്യടനം നടക്കും. നഗരപ്രദേശങ്ങളിൽ കുറവൻകോണം, ശാസ്തമംഗലം എന്നിവിടങ്ങളിലാണ് പര്യടനം. കോട്ടയം ജില്ലയിൽ തലയാഴത്ത് രാവിലെ 10:30ക്കും വെച്ചൂരിൽ ഉച്ചകഴിഞ്ഞ് 2:30ക്കും യാത്ര എത്തിച്ചേരും. എറണാകുളം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് രാവിലെ വാഴക്കുളം സൌത്തിലും ഉച്ചകഴിഞ്ഞ് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിലും നടക്കും. കോഴിക്കോട് ജില്ലയിൽ രാവിലെ കൊയിലാണ്ടി നഗരസഭയിലാണ് പര്യടനം. കണ്ണൂരിൽ രാവിലെ KSRTC ഡിപ്പോയ്ക്ക് സമീപവും ഉച്ചയ്ക്ക് ശേഷം 2:30-ന് ജില്ലാ ആശുപത്രിക്ക് സമീപവും എത്തിച്ചേരും. പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ നിർമ്മാണത്തിലൂടെ നീതിന്യായ വ്യവസ്ഥയിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജയ്പൂരിൽ ചേർന്ന DGPമാരുടെയും IGPമാരുടെയും 3 ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങളിലേക്ക്. പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ സത്ത സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഭാവനാപരമായി ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി പോലീസ് മേധാവികളോട് നിർദ്ദേശിച്ചു. ദണ്ഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഇനി ഡാറ്റ ഉപയോഗിച്ചാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. സ്ത്രീകൾക്ക് എവിടെയും എപ്പോൾ വേണമെങ്കിലും നിർഭയമായി ജോലി ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കണം. വിവരങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിന് പോലീസ് സ്റ്റേഷൻ തലത്തിൽ സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ആദ്യ സൌരോർജ്ജ ദൌത്യമായ ആദിത്യ L1ന്റെ വിജയത്തിലും അറബിക്കടലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ കപ്പലിൽ നിന്നുള്ള 21 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന അതിവേഗം രക്ഷപ്പെടുത്തിയതിലും ശ്രീ മോദി അഭിനന്ദനം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ന് ചേരുന്ന പ്രാഥമിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവിൽ കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ അധ്യക്ഷത വഹിക്കും. പ്രാഥമിക വായ്പാ സംഘങ്ങളും പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രയും എന്ന വിഷയത്തിലാണ് മെഗാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ദേശീയ സഹകരണ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, സഹകരണ വകുപ്പ് സെക്രട്ടറിമാർ, എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർമാർ എന്നിവർ പങ്കെടുക്കും. മാൽദ്വീപ് സർക്കാർ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശത്തിലാണ് നടപടി. വിദേശ നേതാക്കൾക്കും ഉന്നത വ്യക്തികൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി മാൽദ്വീപ്സ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അത് മാൽദ്വീപ് സർക്കാരിന്റെ വീക്ഷണമല്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി.
രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ UK സന്ദർശനം ഇന്ന് ആരംഭിക്കും. UK പ്രധാനമന്ത്രി ഋഷി സുനക്കുമായും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണുമായും ശ്രീ രാജ്നാഥ് കൂടിക്കാഴ്ച നടത്തും. UK പ്രതിരോധ സെക്രട്ടറിയുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, സുരക്ഷ, വ്യാവസായിക സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഭോപ്പാലിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ 11.3 കോടി രൂപയുടെ അത്യാധുനിക ഡ്രോൺ സ്റ്റേഷൻ ഉൾപ്പെടെ 6 പദ്ധതികൾ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു. ഇൻഡോറിൽ കേന്ദ്ര ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറിക്കും അദ്ദേഹം തുടക്കമിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. അഭിമാന ദൌത്യം ഗഗൻയാൻ 2025 വിക്ഷേപിക്കാൻ ISRO തയ്യാറെടുക്കുകയാണെന്ന് ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. 3-അംഗ സംഘത്തെ 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലെത്തിക്കുന്നതാണ് ഗഗൻയാൻ പദ്ധതി. 3 ദിവസത്തെ ദൌത്യത്തിന് ശേഷം യാത്രികരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൌത്യത്തിന്റെ 1-ലധികം പരീക്ഷണങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കോഴിക്കോട് 896 പോയിന്റും കണ്ണൂർ 892 പോയിന്റും നേടി. 3-ാം സ്ഥാനത്തുള്ള പാലക്കാട് 888 പോയിന്റാണ് നേടിയത്. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വില്ലുപുരം, ചെങ്കൽപ്പട്ട്, കാഞ്ചീപുരം ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ചെന്നൈ, തിരുവള്ളൂർ, തൂത്തുക്കുടി, കന്യാകുമാരി ഉൾപ്പെടെ 14 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഇന്ത്യയും സൌദി അറേബ്യയും ഒപ്പുവച്ചു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സൌദി ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ താഫീഖ് ബിൻ ഫൌസാൻ അൽ അബിയ, കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി സ്മൃതി ഇറാനി എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ രാത്രി പറന്നിറങ്ങി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് യുദ്ധവിമാനം. അതിദുഷ്കരമായ ലാൻഡിംഗാണ് ഗരുഡ് കമാൻഡോകളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ വ്യോമസേന നടത്തിയത്. വിഷമകരമായ സാഹചര്യത്തിൽ ടെറൈൻ മാസ്കിംഗ് അഥവാ ശത്രു റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഉപയോഗിച്ചായിരുന്നു അഭ്യാസമെന്ന് വ്യോമസേന അധികൃതർ അറിയിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മധ്യ പൌരസ്ത്യ മേഖലയിലും യൂറോപ്പിലേക്കുമുള്ള പര്യടനം ആരംഭിച്ചു. സംഘർഷം വർദ്ധിക്കുന്നത് തടയാനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പര്യടനത്തിനിടെ തുർക്കിയെ പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗൻ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഗസയിലെ സംഘർഷം വ്യാപിക്കുന്നത് തടയുക എന്നതാണ് പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗലീലിയയിലും കാർമൽ പർവ്വതത്തിലും ഗോലൻ കുന്നുകളിലും താമസിക്കുന്ന അറബ് വംശജരായ ഇസ്രായേൽ പൌരന്മാരുടെ സാമൂഹ്യ സുരക്ഷയ്ക്കായി $3.5 ദശലക്ഷം ബജറ്റിന് ഇസ്രായേൽ അംഗീകാരം നൽകി. ഈ വിഭാഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടാണിത്. ഏഷ്യൻ ഒളിമ്പിക് ക്വാളിഫയർ ഷൂട്ടിംഗ്, റൈഫിൾ, പിസ്റ്റൾ മത്സരങ്ങൾ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ന് ആരംഭിക്കും. 49 ഷൂട്ടർമാരാണ് ഇന്ത്യയ്ക്കായി പങ്കെടുക്കുക. ഈ മാസം 18-ന് പരിപാടി സമാപിക്കും. കാഴ്ച പരിമിതർക്കായുള്ള വനിതാ ദേശീയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. കർണാടകയിലെ ഹൂബ്ലിയിലാണ് മത്സരം. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര 1-1 സമനിലയിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. വ്യവസായ പ്രമുഖരുമായി സംവദിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നീതിന്യായ വ്യവസ്ഥയിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. യാത്ര കേരളത്തിൽ ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. മാൽദ്വീപ് സർക്കാർ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശത്തെ തുടർന്ന്. ISROയുടെ അഭിമാന ദൌത്യമായ ഗഗൻയാന്റെ വിക്ഷേപണം അടുത്ത വർഷം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം.